അടിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ലൈവിൽ വെച്ച് പറഞ്ഞത്. എന്നിട്ട് പിന്നെ അതിന്റെ സ്റ്റോറി എന്താന്നുള്ളത് ഞാൻ പിന്നെ പറയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം ഞാൻ പറയാൻ റെഡി ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയേണ്ടതാണ്. ഇപ്പൊ ഞാൻ റെഡി ആയി എന്നൊക്കെ തോന്നില്ല, എന്നാലും സ്റ്റിൽ ഞാൻ പറയാം. ഓക്കെ, ഞാൻ കാര്യം പറയാം. ആളെ പേരൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, ചത്താലും ഞാൻ പറയില്ല, അത് ഞാൻ കൊടുത്ത വാക്കാണ്. ആളെ പേരൊന്നും എന്നോട് ചോദിക്കരുത്. ഓക്കെ, ഞാൻ പറഞ്ഞു. അതായത് എനിക്കൊരു പെണ്ണിനോട് പ്രണയം തോന്നി. ഓക്കെ, എനിക്ക് അങ്ങനെ അധികം ഈ വെറുതെ കോയിത്തരം കാണിക്കുക ഇതാന്നല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഡീപ്പായിട്ടൊരു സ്ട്രോങ് ലവ് ഫീലിംഗ് എല്ലാം വരുന്നത് വളരെ കുറവാണ്, മനസ്സിലാവും. അങ്ങനെ എനിക്ക് കുറെ കാലം കൂടിയിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വന്നു, മനസ്സിലായി, ഒരു പ്രണയം വന്നു. ഓക്കെ, നമ്മൾ സംസാരിക്കുമായിരുന്നു. ഓക്കെ, ഓൾക്ക് എന്നോട് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ സംസാരിച്ച് കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇവളെ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, അതായത് ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രേമിച്ച് നടക്കലോ ഇങ്ങനത്തെ സാധനത്തിലോ എനിക്കിപ്പം ഇനി അങ്ങോട്ട് അങ്ങനെ പ്രേമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഞാനില്ല, അത് ഞാൻ ഉറപ്പുവരാം നിങ്ങൾക്ക്. ഞാൻ നാളെ എനിക്ക് ഇതാന്റെ പുതിയ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്ന് അവളായിട്ട് പ്രേമിച്ച് നടക്കാൻ എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ അവളോട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യം ചോദിച്ചു, ഞാൻ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ, അതായത് പാരന്റ്സിനോട് ഡയറക്റ്റ് സംസാരിച്ച് കല്യാണം എന്നുള്ള ഡയറക്റ്റിന് പ്രേമിച്ച് നടക്കൽ ആ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല, മനസ്സിലാവും. അപ്പൊ ഞാൻ ചോദിച്ചു കല്യാണം കഴിക്കാമോ എന്നുള്ള കാര്യം ഞാൻ ഡയറക്റ്റ് തുറന്ന് ചോദിച്ചു അവളോട്. സംഭവം എന്ന് വെച്ചാൽ ഓള് ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്. അതൊരിക്കലും നടക്കൂല. ഓളെ അച്ഛനും അമ്മേനെയും ഒരിക്കലും വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് ഓള് പറഞ്ഞു. അവര് കഴിഞ്ഞിട്ട് ഒക്കെ എന്തോ ഉള്ളൂ, അവര് സമ്മതിച്ചാൽ മാത്രമേ നടക്കൂ. അതെന്തായാലും ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ അവിടെ ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ലൈവ് ഇട്ടില്ല, ഫുള്ള് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി, കുറച്ച് ഡിപ്രഷൻ ആയി. ഓക്കെ, അങ്ങനെ എന്താ പറയാ, കുറച്ച് ദിവസം ഞാൻ ലൈവ് ഇട്ടില്ല, അത്രേ ഉള്ളൂ. കുറെ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കണം. പേരൊന്നും ചോദിക്കില്ല, പേരൊന്നും ഒരിക്കലും ഞാൻ പറയൂല, പേരൊന്നും ഒരിക്കലും എന്നോട് ചോദിക്കാതെ ഒരിക്കലും. ഞാൻ ഓൾക്ക് കൊടുത്ത വാക്കാണ്, അങ്ങനത്തെ ഇതോ ഒരിക്കലും ഞാൻ ഐഡന്റിറ്റി ചെയ്തോ പറയൂല എന്നുള്ള കാര്യം ഞാൻ ഇതന്നെ ഞാൻ അത്രയും വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്, മനസ്സിലായി. ഒരിക്കലും ഞാൻ പേരൊന്നും വെളിപ്പെടുത്തൂല. ഓക്കെ, അപ്പൊ ചാറ്റ് വായു കൂട്ടിയാട്ടെ. അങ്ങനെ നിങ്ങൾ അങ്ങനെ പല പേരുകളും പറയും, മെഹർ, നന്ദന, പ്രിയാപ്പി വാര്യർ. ഇതെന്താ പ്രിയാപ്പി വാര്യറാ? ഇതെന്താടാ നിങ്ങളെല്ലാം പറയുന്നത്? ആരും ആവാം, ഞാൻ പേരൊന്നും പറയില്ല. ആരാന്നും ഞാൻ പറയൂല, പേരെനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അതങ്ങ് കഴിഞ്ഞല്ലോ. ആ ഭാരം ഞാൻ അങ്ങ് മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച. എന്റെ കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു കാറ്റ് പോലെ ഉള്ളിൽ ഇങ്ങനെ നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ കാറ്റ് കയറിയ പോലെ ഉണ്ടായതാ, മനസ്സിലാവും. അതങ്ങ് എടുത്ത് താഴെ വെച്ചപ്പോ സമാധാനമായി, മനസ്സിലാവും.